നരിവേട്ട. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നരിവേട്ട എന്ന സിനിമയുടെ എന്റെ ആസ്വാദന അനുഭവത്തെ കുറിച്ചാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ആകാശദൂതിന് ശേഷം തിയേറ്ററിൽ നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഏങ്ങി 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 കരഞ്ഞ ഒരു സിനിമയാണ് നരിവേട്ട. മുത്തങ്ങ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടെടുത്ത ഒരു സിനിമ തന്നെയാണ് നരിവേട്ട. സാധാരണ നമുക്കിങ്ങനെ ഒരു നടന്ന സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി എടുക്കുമ്പോൾ അതിൽ എത്രത്തോളം സത്യങ്ങളുണ്ട് നമുക്കത് അറിയാൻ പറ്റണമെന്നില്ല, അല്ലെ? നമുക്ക് പുറത്ത് വന്ന സത്യങ്ങൾ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലൂടെ വന്ന സത്യങ്ങൾ അറിയാം, അല്ലാതെ വന്നത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം, കേൾക്കാതിരിക്കാം. എന്നാൽ അതിന്റെ യാഥാർത്ഥ്യം അങ്ങനെ എടുത്തു കാണിക്കുന്ന രീതിയിൽ ആണോ ഒരു സിനിമ വന്നിരിക്കുന്നത്? അല്ലെങ്കിൽ ഇതൊരു ഡോക്യുമെന്ററി ടൈപ്പ് ആണോ? ബോറടിപ്പിക്കുവോ, ലാഗടിപ്പിക്കുവോ, അല്ലെങ്കിൽ നമ്മളെ ഉറക്കിക്കളയോ? ഇങ്ങനെയുള്ള പല പല ആശയ കുഴപ്പങ്ങളുടെ പുറത്തും കൂടിയാണ് നരിവേട്ട കാണാനിറങ്ങിയത്. എന്നാൽ ശരിക്കും പറഞ്ഞാൽ മുത്തങ്ങയിൽ എന്താണ് നടന്നത്, നമ്മൾ അതിനെക്കുറിച്ച് പല കഥകളും കേട്ടിട്ടുണ്ടെങ്കിൽ തന്നെയും അതിന്റെ ഭീകരാവസ്ഥ നമ്മൾ വിചാരിക്കുന്ന അത്ര അതിനെക്കാട്ടിയും കൂടുതലാണോ, ഇതൊക്കെ അറിയുക എന്നതുകൂടി അതിന്റെ പുറകിലുണ്ടായിരുന്നു. സിനിമ സത്യത്തിൽ പറഞ്ഞു തുടങ്ങുന്നത് ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയുടെ കഥയിൽ നിന്നാണ്. PSC എഴുതിക്കൊണ്ട് ഗവൺമെന്റിൽ നല്ലൊരു തസ്തികയിൽ ജോലി കിട്ടിയാൽ മാത്രം ജോലിക്ക് പോകാം, കുടുംബം നോക്കാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു സാധാരണക്കാരനായ നായകന്റെ കാഴ്ചപ്പാടിലൂടെയാണ് സിനിമ തുടങ്ങി പോകുന്നത്. അയാൾ ഒരു നിവൃത്തികേടിന്റെ പുറത്ത് ഒരു CPO ആയിട്ട് പോകുന്നു. അവിടെ നിന്നും മുത്തങ്ങയിൽ അയാൾക്ക് ജോലി ചെയ്യേണ്ടി വരുന്നു. അവിടെ നിന്നും ഉണ്ടായ സംഭവ വികാസങ്ങൾ. അപ്പൊ ഇതിൽ ഒരു വിയോജിപ്പായിട്ട് ആദ്യമേ തോന്നിയത്, മുത്തങ്ങ സംഭവത്തെ പ്രതിപാദിക്കുന്ന സമയത്ത് മുത്തങ്ങയായിരുന്നില്ലേ കുറച്ചും കൂടി ഹൈലൈറ്റ് ആയിട്ട് കാണിക്കേണ്ടത്? അവിടുത്തെ ആളുകളുടെ ജീവിതം എങ്ങനെയാണ്, അവരുടെ ജീവിത രീതി എങ്ങനെയാണ്, അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എന്തൊക്കെയാണ്, സത്യത്തിൽ അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളാണ് അവർക്ക് ലഭിക്കാതെ ഇരിക്കുന്നത്, ഇതല്ലേ കുറച്ചും കൂടി പ്രൊജക്ട് ചെയ്ത് കാണിക്കേണ്ടത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ആ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും, ശരിക്കും പറഞ്ഞാൽ ഒരു പ്രിവിലേജ്ഡ് ആയ വ്യക്തിയുടെ കാഴ്ചപ്പാടിൽ നിന്നും വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അതിന് വലിയൊരു മാറ്റം ഉണ്ടായത് എന്നതാണ്. അത് സിനിമ ആസ്വാദ്യകരമായത് അപ്പോഴാണ്. കാരണം നമ്മളൊക്കെയും ഈ മിഡിൽ ക്ലാസ്സിൽ പെടുന്ന വിഭാഗങ്ങളാണ് കൂടുതൽ, അല്ലെ? അപ്പൊ നമുക്കൊക്കെയും കണ്ണുമുന്നിൽ കണ്ടാൽ മാത്രം അനുഭവിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നമ്മുടെ കണ്ണിൽ കൂടെ കാണുമ്പോഴാണ് നമുക്കത് ഭയങ്കര അയ്യോ അത്രയും ഫീൽ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നായകനായ ടോവിനോയുടെ നമ്മുടെ അതേ ലെവലിൽ നിൽക്കുന്ന ഒരു റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രത്തിലൂടെ ആ കാഴ്ചകൾ കാണിച്ചപ്പോഴാണ് നമുക്കത് ഭയങ്കര വേദനയായ ഒരു സംഭവം. ഒരു കല്ലുകടിയായിട്ട് തോന്നിയത് CK ജാനു എന്ന് അവതരിപ്പിച്ച ഒരു നായികയുടെ പ്രകടനം അത്യുഗ്രനായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്ക്രീനിൽ ശരിക്കും പറഞ്ഞാൽ CK ജാനുവിനെ തന്നെയാണ് ഭയങ്കരമായിട്ട് കണ്ടത്. അതേ വിപ്ലവ വീര്യവും അതേ ധൈര്യവും എല്ലാം അവരുടെ വാക്കുകളുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊരു എല്ലാ സ്ക്രീനിലും വളരെ പുതുമയുള്ള കോസ്റ്റ്യൂംസ് നൽകിയതായിട്ട് തോന്നി. അതൊരു ഇപ്പൊ ഒരു ട്രൈബൽസിന്റെ ഒരു കൂട്ടത്തിന്റെ കൂടെ നിൽക്കുമ്പോഴും CK ജാനു ആയിട്ട് ചെയ്തിരിക്കുന്ന ആക്ട്രസ് എന്ന് പറയുന്നത് വേറെ നിൽക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി. കുറച്ചും കൂടി വെൽത്തുള്ള, കുറച്ചും കൂടി ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള, ഓരോ നൈറ്റി ആണെങ്കിലും അതെല്ലാം പുതിയതാണ്, സാരി ആണെങ്കിലും ബ്ലൗസിന്റെ സൈഡ് ആണെങ്കിലും ബാക്കി ഊരിലുള്ളവരെല്ലാം അവരുടേതായിട്ടുള്ള കോസ്റ്റ്യൂമുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു കല്ലുകടിയായിട്ട് തോന്നി. പക്ഷേ ഏറ്റവും എന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ച അല്ലെങ്കിൽ ഉദ്യോഗം ജനിപ്പിച്ച ഒരു പ്രകടനം എന്ന് പറയുന്നത് താമി എന്ന് പറയുന്ന ആദിവാസി യുവാവിനെ അവതരിപ്പിച്ച പ്രണവ് എന്ന് പറയുന്ന ആക്ടറാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിന് ഒരു സമയത്ത് നമുക്ക് ഒരിക്കലും അതൊരു ആദിവാസി യുവാവല്ല എന്ന് നമുക്ക് തോന്നില്ല. അതുപോലെ തന്നെ പലപ്പോഴും ആ യുവാവ് സ്ക്രീനിൽ ക്രൂശിക്കപ്പെടുന്ന സമയത്ത് നമുക്ക് തന്നെ നമ്മളോടൊരു വെറുപ്പ് തോന്നും. അവർക്ക് എന്താണ് കുറവ്, അല്ലെങ്കിൽ അവർക്ക് നമ്മുടേതായിട്ടുള്ള സെയിം ഇത് കിട്ടേണ്ടതല്ലേ? എങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ ആരോപിക്കപ്പെടുന്നു അല്ലെങ്കിൽ അപമാനിക്കപ്പെടുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മളോട് തന്നെ നമ്മൾ ചോദ്യം ചോദിച്ചു. അങ്ങനത്തെ പല സന്ദർഭങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് അവൻ അടി കൊണ്ട് നിൽക്കുന്നിടത്ത് നാളെ ഞാനായിരിക്കും എന്നെ ഒരു തോന്നൽ വരുന്ന മോമെന്റ് ഉണ്ട്. അതാണ് സത്യത്തിൽ ആ സിനിമയുടെ കോർ എന്ന് പറയുന്നത്. ഓരോ മനുഷ്യനോടുമാണ് അത് ചോദിപ്പിക്കുന്നത്. ഇന്നൊരു അനീതിക്ക് നേരെ നീ കണ്ണടയ്ക്കുമ്പോൾ, വേറൊരുത്തന്റെ വേദനയെ കണ്ടില്ലെന്ന് അടിക്കുമ്പോൾ, നാളെ ആ സ്ഥാനത്ത് നീയായിരിക്കും. ക്രൂശിക്കാൻ തയ്യാറായി നിൽക്കുന്നവർ എപ്പോഴും ക്രൂശിക്കും, ആരെ കിട്ടിയാലും ക്രൂശിക്കും. അവർക്ക് ഇനി ആളൊന്നും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിലായിരുന്നു ആ സിനിമയുടെ മേക്കിങ്. ഒരു കൊച്ചു കുട്ടിയുണ്ട്, ഭയങ്കരമായിട്ട് നമ്മളെ കരയിപ്പിച്ച് കളയും. ആ കുഞ്ഞു കൊച്ചിനെയും ഒരു ആപ്പിളിനെയും കൊണ്ട് ആ സിനിമ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു മാജിക് ഉണ്ട്. ശരിക്കും ഞാനൊരു ഏങ്ങി കരയുന്ന ഒരു സന്ദർഭമായിരുന്നു. അതിൽ എക്സാക്ട് സിനിമയുടെ ഒരു കോർ മൊമെന്റ് എന്ന് പറയുന്ന ആ ട്രൈബൽസും പോലീസും തമ്മിലുള്ള ഫൈറ്റ്. അപ്പോൾ 18 റൗണ്ട് വെടി കൂട്ടിയതായിട്ടൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് മുത്തങ്ങയിൽ. പക്ഷെ അതിന്റെ ഒരു യാഥാർത്ഥ്യം, അതിന്റെ ഒരു ഇന്റൻസിറ്റി എന്ന് പറയുന്നത്, എന്താണ് അവർ ചെയ്ത തെറ്റ്, അല്ലേ? അവർക്ക് അവകാശപ്പെട്ട ഭൂമി വേണമെന്ന് പറഞ്ഞാണ് അവർ ചെയ്ത തെറ്റ്. നമ്മൾ ഭയങ്കര കൊറിയൻ സ്പാനിഷ് മൂവിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഗവൺമെന്റ് കൂടി ഇങ്ങനെ ഭയങ്കര ക്രൂഷിതമായിട്ടൊക്കെ തീരുമാനം എടുത്തിട്ട് ഇങ്ങനെയുള്ള അടിച്ചമർത്തലുകളും നശിപ്പിക്കലുകളും ഒക്കെ നടത്തുന്നു. പക്ഷെ നമ്മളെ നാട്ടിൽ അങ്ങനെ ഒരു സംഭവം, അതുപോലെ ഒരു ക്യാമ്പ്, അത് നമുക്കറിയാം. AK ആന്റണിയും അതേപോലെ നമ്മുടെ K സുധാകരനുമായിരുന്നു അന്ന് ഇതിന്റെയൊക്കെ ചുമതല ഉണ്ടായിരുന്ന മന്ത്രിമാർ. ഇതാണ് യാഥാർത്ഥ്യം, ഈ സിനിമ പറയുന്നതാണ് യാഥാർത്ഥ്യം എന്നുണ്ടെങ്കിൽ
നമുക്ക് അവർക്ക് ഇപ്പോ എങ്ങനെ ഒതുങ്ങി മാറി നിൽക്കുന്നു, അതിന്റെ കാരണം എന്താണെന്നൊന്നും അന്വേഷിച്ച് നമ്മൾ എവിടെയും പോകേണ്ട ആവശ്യമൊന്നും വരില്ല. ഈ A.K. ആന്റണിയുടെ ഭാര്യ കൃപാസനത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് പോലും മോന് നല്ലതായിട്ട് ഒരു കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, മക്കളെ കാര്യങ്ങളൊന്നും ഭാവി ശോഭനമാകുന്ന രീതിയിൽ നടക്കുന്നില്ല എന്നൊക്കെ പ്രസംഗിച്ചതായിട്ട് ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു. നടക്കില്ല, വേറൊന്നും കൊണ്ടല്ല. നമ്മള് പാവങ്ങളുടെ രക്തവും ചോരയും വീഴ്ത്തി നമ്മൾ എന്തൊക്കെ നേടിയിട്ടുണ്ടോ അതൊന്നും ഈ ഭൂമിയിൽ നിലനിൽക്കില്ല. കാരണം ഈ ഭൂമി എന്ന് പറയുന്നത് എല്ലാവർക്കും അവകാശപ്പെട്ടിട്ടുള്ളതാണ്. ഇവിടെ ഒരു സർവൈവൽ ഫൈറ്റ് എന്നുള്ള ഒരു സംഗതി നടക്കുന്നുണ്ടെങ്കിൽ തന്നെയും മറ്റുള്ളവരുടെ ഇടത്തേക്ക് ആക്രമിച്ച് കയറി അവരെ ഒന്ന് നശിപ്പിക്കാനായിട്ടുള്ള യാതൊരു അവകാശവും ഒരു മനുഷ്യനും ഇല്ല. അതുകൊണ്ട് തന്നെ ഗതി പിടിക്കില്ല ഇങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാർ. അത് നമ്മൾ അവിടെ ഇരുന്ന് നമുക്കത് മനസ്സിലാവും എന്തുകൊണ്ട് ഗതി പിടിക്കില്ല എന്നുള്ളത്. ആന കൊടുത്താലും ആശ കൊടുക്കരുത് എന്ന് പറയും. അങ്ങനെ ആശ കൊടുത്ത് വഞ്ചിച്ച 2 മന്ത്രിമാരാണ് A.K. ആന്റണിയും K. സുധാകരനും എന്നേ പറയാൻ കഴിയും. സ്വന്തം നാട്ടിൽ ജീവിക്കാനായിട്ടുള്ള ഭൂമിക്ക് വേണ്ടി, ആ ഭൂമിയുടെ അവകാശത്തിന് വേണ്ടി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വന്ന് സമരം ചെയ്ത ട്രൈബൽസിനെ ആ സമരം ഒത്തുതീർപ്പാക്കി അവർക്ക് ഭൂമി കൊടുക്കാമെന്ന് പേപ്പറിൽ ഒരു വാഗ്ദാനം നൽകി അവരെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് 1.5 വർഷം അവർ വെയിറ്റ് ചെയ്തു. എന്നിട്ടും അവർക്ക് അത് ലഭിക്കാതെ ആയപ്പോഴാണ് അവർ മുത്തങ്ങയിൽ സമരം നടത്തുന്നത്. ഇത്രയും വലിയ സമരം ഇവര് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഭൂമി കൊടുക്കില്ല എന്നും പറഞ്ഞ് ഇവരെ അടിച്ചമർത്താൻ എന്തായിരുന്നു കാരണം? റിസോർട്ടുകാരെന്ന് എല്ലാവരും പറയുന്നുണ്ട്, പരസ്യമായ രഹസ്യം. അപ്പോ മണ്ണിന്റെ അവകാശികളെ, ഭൂമിയുടെ അവകാശികളെ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള കടന്നുകയറ്റക്കാർക്ക് വേണ്ടി വിട്ടുകൊടുത്ത ആളുകളെ ഒറ്റുകാർ എന്നല്ലാതെ ഇവർ എന്താണ് പറയേണ്ടത്? ചരിത്രത്തിൽ ഇവർ ഗതി പിടിക്കുമോ? നിങ്ങൾ തന്നെ പറയൂ. ഒരിക്കലും അവർ ഗതി പിടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. വില്ലൻ വേഷം ചെയ്തിരിക്കുന്നത് തമിഴിൽ തന്നെ ഏറ്റവും മോസ്റ്റ് ഫേമസ് ആക്ടർ ആൻഡ് ഡയറക്ടറായ ചേരനാണ്. വളരെ വ്യവസായികളായിട്ടുള്ള, അതായത് ഭയങ്കര ഹംബിൾ ഇതായിട്ടുള്ള, എന്നാൽ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ഭാവപ്രകടനം. നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടി. ഇയാള് വില്ലനാണോ അല്ലെങ്കിൽ ഇതാണോ നമുക്ക് മനസ്സിലാവില്ല ആദ്യമേ. അതേപോലത്തെ രീതിയിൽ വളരെ വളരെ അടിപൊളിയായിട്ട് അദ്ദേഹം അത് പെർഫോം ചെയ്തിട്ടുണ്ട്. അവസാനം സ്ക്രീനിൽ സിനിമ അവസാനിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് ടോവിനോ പിന്തിരിഞ്ഞ് നടന്നു പോകുന്നത്. അദ്ദേഹത്തിനൊപ്പം നമ്മളും കരഞ്ഞു പോകും. ആ ഒരു മ്യൂസിക്കും എല്ലാം നമ്മളെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യും കുറച്ച് നാളും കൂടി. എനിക്ക് തോന്നുന്നത് ടോവിനോ പല സിനിമകളിലായിട്ട് വളരെ വെറൈറ്റി വേഷങ്ങൾ ചെയ്ത് ഒരു ആക്ടർ എന്ന നിലയിൽ തനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വളരെ ക്ലിയർ ആയിട്ട് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ നമ്മൾ കണ്ട മണിയന്റെ ആ ഒരു സംഭവം 3 റോളാണെങ്കിലും ആ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയിട്ടു. അതേപോലെ തന്നെ ഇപ്പൊ ഈ കണ്ട സിനിമയാണെങ്കിൽ ഇതിനു മുമ്പ് ചാർലിയിലൊക്കെ ചെറിയ വേഷമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എല്ലാത്തിലും പുള്ളിയുടേതായിട്ടുള്ള ഒരു കയ്യൊപ്പ് പുള്ളി പതിച്ചു വെക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നത് ടോവിനോയുടെ ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ഇതിലെ ആണെന്നാണ്. ഭയങ്കരമായിട്ട് ടോവിനോ കരയേണ്ടടുത്ത് കരഞ്ഞു. എനിക്ക് വേണമെങ്കിൽ മിണ്ടാതിരിക്കാം എന്ന് പറഞ്ഞിട്ട്, പക്ഷെ എനിക്ക് പറ്റണില്ല എന്ന് പറഞ്ഞ് ടോവിനോ പൊട്ടിക്കരയുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് ക്രിയേറ്റേഴ്സ് സ്ട്രഗിൾ ചെയ്യുന്നത് സ്ക്രീനിൽ കാണുന്ന ആക്ടേഴ്സിന്റെ ഇമോഷൻസ് കണ്ടിരിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു സംഗതി പറ്റണില്ല എന്നുള്ളതുകൊണ്ട്. പക്ഷെ അത് വളരെ ഈസി ആയിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു ഡോക്യുമെന്ററി ആയിട്ടോ അല്ലെങ്കിൽ ഒരു സീരിയലായിട്ടോ ഒന്നും തള്ളിക്കളയേണ്ട ഒരു മൂവി അല്ല നരിവേട്ട. നമ്മളെല്ലാവരും കണ്ടിരിക്കണം. നശിപ്പിക്കപ്പെട്ട ഒരു ജനതയുടെ ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കണം. നാളെ നമ്മൾ അതുപോലെ ആകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പ്രതികരിക്കാൻ പഠിച്ചിരിക്കണം എന്നതൊക്കെ നമ്മളെ കാണിച്ചു തരുന്ന ഒരു ചിത്രം കൂടിയാണ് നരിവേട്ട. നിങ്ങൾക്കറിയാമോ, ഇന്നോളം 20,000 കോടി രൂപ നമ്മുടെ സർക്കാർ ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി ചിലവഴിച്ചതായിട്ട് പറയപ്പെടുന്നു. 20,000 കോടി രൂപ എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വലിയ തുകയാണ്. 1 കോടി രൂപ എന്തോരം ഉണ്ടാവും? അതൊന്ന് എണ്ണാൻ എത്ര നേരം എടുക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 20,000 കോടി തവണ എണ്ണണം. ആ എമൗണ്ട് നിങ്ങൾക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയോജനം ആ മക്കൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അവരിൽ എത്ര പേരുടെ മക്കൾക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്? അവർക്ക് എത്ര പേർക്ക് മഴയത്ത് ചോരാത്ത കുടിലുകളിൽ കിടക്കാൻ പറ്റിയിട്ടുണ്ട്? എത്ര പേർക്ക് കൃത്യമായിട്ട് വരുമാനം നേടി ആ വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റിയിട്ടുണ്ട്? മണമില്ലാത്ത, ഗുണമില്ലാത്ത അരി കഴിക്കാതെ ഗുണഫലങ്ങൾ നമുക്കൊക്കെ ലഭിക്കുന്നത് പോലെ കൃത്യമായിട്ട് ലഭിച്ച് ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ എത്ര പേര് അവിടെ ജീവിക്കുന്നുണ്ട്? ഇന്നും മഴ പെയ്യുമ്പോൾ വയനാട്ടിൽ ടാർപ്പാള കിട്ടുമോ എന്ന് പറഞ്ഞുകൊണ്ട് വയനാട്ടിലെ കലക്ടറുടെ കരച്ചിലുകൾ നമുക്ക് കാണാൻ കഴിയും സോഷ്യൽ മീഡിയയിൽ. അവിടുത്തെ ട്രൈബൽസിന് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി കെട്ടാൻ വേണ്ടിയിട്ടാണ്. എന്ത് ഗതികേടിലാണ് ഇപ്പോഴും നമ്മുടെ ആദിവാസി സമൂഹം. ഈ ഫണ്ട് എന്ത് ചെയ്യുന്നു? ആര് ചെയ്യുന്നു? എന്തുകൊണ്ടിങ്ങനെ? ഇതിനെ മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? തുടർന്ന് കാണുക പബ്ലിക് ഒപ്പീനിയൻ.